കോഴിക്കോട് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ പ്രതി 2 ആഴ്ചത്തേക്ക് റിമാൻഡിൽ. പ്രതിയെ ഡൽഹി ജയിലിലേക്ക് മാറ്റും. 3 ദിവസം ജയിലെത്തി ചോദ്യം ചെയ്യാൻ പോലീസിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്മളറിവിൽ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് AI തട്ടിപ്പ് കേസാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും ഇപ്പോഴാണ് നമ്മൾ അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയത്. 4 ദിവസം മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കൊടുക്കാനും പറ്റി. അതിലൊരു സംതൃപ്തിയുണ്ട്. നല്ല കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്ക് ഈ പ്രതിനെ ഇവിടെ ഹാജരാക്കാൻ പറ്റിയത്. രാഹുൽ കെ കൂടുതൽ വിവരങ്ങൾ നൽകും. രാഹുൽ, വളരെ വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് പോലീസിനെ സംബന്ധിച്ചത്. കാരണം വേഗത്തിൽ തന്നെ പുതിയ കാലത്തെ തട്ടിപ്പിലെ ഒരാളെ പൊക്കാൻ കഴിയുക എന്നത്. എന്തെങ്കിലും ഇയാൾ ഇങ്ങനെ ഒരുപാട് തട്ടിപ്പൊക്കെ നടത്തിയായിട്ടുള്ള വിവരങ്ങളൊക്കെ ഇതുവരെ കിട്ടിയിട്ടുണ്ടോ പോലീസിന്? ദിവിഷ, പോലീസിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നിമിഷം തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ AI സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്തുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസാണ്. പാലാഴി സ്വദേശിയിൽ നിന്ന് 40,000 രൂപയാണ് പ്രതികൾ തട്ടിയെടുക്കുന്നത്. അതായത് തട്ടിപ്പ് ഇങ്ങനെയാണ്: പാലാഴി സ്വദേശിയുടെ വാട്സപ്പിലൊക്കെ വീഡിയോ കോൾ വരികയാണ്. മുൻപ് ജോലി ചെയ്തിരുന്ന ആളുടെ മുഖമാണ് ഈ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചത്. പൈസ ആവശ്യപ്പെടുന്നു. സംശയമൊന്നും തോന്നാതിരുന്ന ഇദ്ദേഹം 40,000 രൂപ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് പോലീസിൽ ഈ വിധത്തിൽ തട്ടിപ്പിനിരയായെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സൈബർ പോലീസിൽ പരാതി നൽകിയാണ് ഉണ്ടായത്. മറ്റൊരു കേസിൽ അറസ്റ്റിലായി ഡൽഹി ജയിലിൽ കഴിയുകയായിരുന്ന ഈ പ്രതി കൗശൽ ഷായെ പിന്നീട് പോലീസ് നടപടികൾ പൂർത്തിയാക്കി ഇന്ന് കോഴിക്കോടേക്ക് കൊണ്ടുവന്ന CJM കോടതിയിൽ ഹാജരാക്കിയാണ് ചെയ്തത്. അദ്ദേഹത്തെ ഈ പ്രതിയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡും ചെയ്തു. നേരെ ഡൽഹി ജയിലിലേക്ക് തന്നെയാണ് കൊണ്ടുപോവുക. അവിടെ എത്തി 3 ദിവസം ചോദ്യം ചെയ്യാനുള്ള അനുമതിയും കോടതി നൽകിയിട്ടുണ്ട്. ഈ പ്രതി ഗുജറാത്ത് സ്വദേശിയാണ്. ഗുജറാത്തിലും ഗോവയിലും അങ്ങനെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പോയാണ് പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. ഒരു ഘട്ടത്തിൽ ഇയാൾ നേപ്പാളിലേക്ക് കടന്നു എന്നൊരു സംശയവും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതിയുടെ കൂട്ടാളികളായ 2 പേരെ ഗോവയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. അതാണ് നിർണായകമായത്. അവരിൽ നിന്നാണ് ഇതുപോലെ മറ്റൊരു കേസിൽ ഡൽഹി ജയിലിലാണ് കൗശൽ ഷാ ഉള്ളത് എന്ന് പോലീസിന് ബോധ്യമാകുന്നത്. നേരത്തെ അറസ്റ്റിലായ 2 പ്രതികളിൽ നിന്ന് നിരവധി സിം കാർഡുകൾ, ബാങ്ക് അക്കൗണ്ടിൻ്റെ രേഖകളൊക്കെ തന്നെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും 3 ദിവസം ചോദ്യം ചെയ്യാനുള്ള അനുമതി കൂടെ കിട്ടിയിട്ടുണ്ട് പോലീസിന്. ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നൊരു കടമ്പ കൂടിയുണ്ട്. അതായത് ഈ തട്ടിപ്പിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, മറ്റു തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ ചോദ്യം ചെയ്യലിലാണ് പോലീസിന് വിശദമായ വിവരങ്ങൾ കിട്ടുക. എന്തുതന്നെ ആയാലും ഈ നഷ്ടപ്പെട്ട പൈസ നേരത്തെ തന്നെ പോലീസ് തിരിച്ചു പിടിച്ചിരുന്നു. കേരള പോലീസിനെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കേസ് തന്നെയാണ് കോഴിക്കോട് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച ഈ AI തട്ടിപ്പ് കേസ്. ശരി, രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും.